ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവജനവുമായി നിൽക്കുവാൻ യേശു കർത്താവ് ഒരുക്കിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. നാം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, മനുഷ്യർ പറയുന്ന വാക്കുകൾ, വ്യാഖ്യാനങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സകലത്തിലുപരിയായിട്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് തിരുവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ഒന്നാം സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കണം, കർത്താവായ യേശുവിന് കൊടുക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. നമ്മിൽ ഉൾനട്ടിരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്പിരിച്വൽ ഫോഴ്സായിട്ട് അങ്ങ് മാറും. അപ്പോൾ ഒരു ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ചോയ്സാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്, ഫിയറും ഫെയ്ത്തും നമ്മുടെ മുമ്പിലുണ്ട്. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ഒരു കിങ്ഡം ഓഫ് ഗോഡ്, ഒരു മെത്തേഡ് ഓഫ് ലൈഫായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. യേശു കർത്താവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കാം. ദൈവവചനം നമുക്ക് പഠിക്കാം. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് ആ വചനത്തെക്കുറിച്ചൊരു സീഡായിട്ടാണ്, ഒരു ഉപമയായി കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല നിലത്ത് വീഴട്ടെ, അത് ധാരാളം ഫലം കൊടുക്കട്ടെ, അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. നമ്മുടെ ലൈഫിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ ലൈഫിലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ തന്നെ ദൈവം മാറ്റിമറിക്കും. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ മുമ്പിൽ ഭോഷത്വമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രം തേടി നാം പോകുമ്പോൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തെ അളക്കുമ്പോൾ, നാം അറിഞ്ഞും അറിയാതെയും ഒരു ഭോഷത്വത്തിലേക്ക് പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ. ഇപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അതൊരു ഫൂളിഷ് മെൻറ്റാലിറ്റിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വേണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ ദൈവം ഒരു റിവാർഡാണ്, പ്രതിഫലം നൽകുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു പുത്രത്വത്തിൻ്റെ അവകാശം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും തിരുവചനം മാറത്തില്ല. ഇത് ആര് ഏറ്റെടുക്കുന്നുവോ, ഒരു നിധി പോലെ ഈ തിരുവചനം ആര് ഏറ്റെടുക്കുന്നുവോ അവരനുഗ്രഹിക്കപ്പെടും. അവരാത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും അവർ വിടുതൽ പ്രാപിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം പറയുന്നുണ്ട്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. അതൊരു പ്രോഫസി പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുകയാണ്. അത് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം നമ്മളുടേതാണ്. ബൈ ചോയ്സ് നമുക്ക് ഏറ്റെടുക്കാം, നിരാകരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഈ സത്യ ദൈവത്തെ അറിഞ്ഞ് ഈ സ്നേഹത്തിലേക്ക് വന്ന് യേശുവിന് വേണ്ടി ജീവിക്കണം. കർത്താവിലൂടെയാണ്, യേശു കർത്താവിലൂടെയാണ് നിത്യജീവൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സമാധാനമില്ലാത്ത മനുഷ്യൻ പല കാര്യങ്ങളും ആശ്രയിക്കുന്നു, നേർച്ചകൾ കൊടുക്കുന്നു, കാഴ്ചകൾ കൊടുക്കുന്നു, സത്യം അറിയാതെ അലയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ സത്യമാണ്, തിരുവചനം സത്യമാണ്. ഇത് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നതാണ്. നാം വിശ്വസിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്രയായാലും, നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ബൈബിൾ പറയുന്നു, ആമേൻ, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ബൈബിൾ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ നമുക്ക് ഒരു മുഴം നീളം കൂട്ടുവാൻ കഴിയത്തില്ല. മറിച്ച് നാം എന്ത് ചെയ്യണം? പ്രേ അബൌട്ട് എവറിത്തിങ്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. പ്രൈസ് ഗോഡ്. ഉത്തരം തരുവാൻ കഴിവുള്ളവൻ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ആമേൻ. ഐ വിൽ. ഓർക്കണം, ദൈവത്തിൻ്റെ ഐ വിൽ കോൾ അപ്പോൺ മീ.
ഇൻ ദ ഡേ ഓഫ് ട്രബിൾ, കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്കറിയാം ഉത്തരം ലഭിക്കുന്നു. ആ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു യാഥാർത്ഥ്യമായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു ഗൈഡായി, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യേശു കർത്താവിനും ദൈവത്തിൻ്റെ വചനത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മെ ജീവിക്കുവാൻ ഹല്ലേലൂയ അത് നമ്മളെ മുമ്പോട്ട് നയിക്കും. നാം ഭയത്തിലല്ല ജീവിക്കേണ്ടത്. ഫിയർ കംസ് ഫ്രം ഈവിൾ, ഫെയ്ത്ത് കംസ് ഫ്രം ഗോഡ്. സോ വി ചൂസ് വെദർ വി ലീവ് ബൈ ഫെയ്ത്ത് ഓർ വെദർ വി ലീവ് ബൈ ഫിയർ. അത് നമ്മുടെ തീരുമാനമാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ തീരുമാനമാണ്. സത്യം അന്വേഷിച്ച് അലയുന്ന ഒരു സത്യാന്വേഷിയാണോ? ഇന്ന് അതിന് ഉത്തരമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം അതിന് ഉത്തരമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ എത്ര മറ്റു വഴികളിലൂടെ പോയാലും, എത്ര പണം ചെലവാക്കിയാലും, എത്ര പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, സമാധാനവും സന്തോഷവും അനുഗ്രഹവും നന്മയും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ജീവിതത്തിൽ ജയിക്കണമോ? ബൈബിൾ പറയുന്നു, ജയത്തിന് കുതിര വ്യർത്ഥമത്രേ, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അപ്പോൾ ആ ജയം നിങ്ങൾക്ക് തരുവാൻ, ക്രിസ്തുവിൽ നിങ്ങളെ ജയാളികളാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഫോർ ലിസണിങ് അസ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഞങ്ങളെ അറിയിക്കണമേ. രോഗമായാലും ഭാരമായാലും പ്രതിസന്ധിയായാലും പ്രതികൂലമായാലും സകല പ്രശ്നത്തിനും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ രോഗത്തെ നോക്കി, പാപത്തിൻ്റെ പടുകുഴിയിലാണ് ജീവിക്കുന്നതെങ്കിലും അഡിക്ഷനുകളെ നോക്കി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. വാട്ട് എവർ യു ഡു, wherever you go, what is your opinion, that doesn't matter, but one thing is in matter is, hallelujah, you give glory and honor to God. You do everything in the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഇന്നൊരു വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി ഞങ്ങൾ പ്രാപിക്കും. ഞങ്ങൾ പോലും അറിയാതെ ബിഹൈൻഡ് ദ സീൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. ആമേൻ. ബുദ്ധിയുടെ പ്രമാണങ്ങൾ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ജീസസ് നെയിം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ആമേൻ. സങ്കടത്താൽ വലയുന്ന ജനം, ബൈബിൾ അവർക്കറിയാം, ഒരു സൈഡിലങ്ങ് നിൽക്കുകയാണ്, കഷ്ടതയ്ക്കകത്ത് കിടന്ന് കറങ്ങുകയാണ്. സഹോദര, ദൈവത്തിൻ്റെ വേല നിമിത്തം ചലഞ്ചസ് ഉണ്ട്, കഷ്ടതയുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്ന അതല്ല, റിജോയ്സ് ഇൻ ദ ലോർഡ്. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം നാം ദൈവവേദലാണോ എന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് എന്തോ പറഞ്ഞ്, ഞാൻ സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് വന്നത്. എന്താണ് സമൃദ്ധിയായ ജീവൻ? ഫസ്റ്റ് ആൻസർ ഇറ്റേണൽ ലൈഫ്. ഒന്നാമത് നിത്യജീവൻ. മനുഷ്യൻ സ്വർഗത്തിൽ പോകുവാനുള്ള വഴി തുറന്നത് യേശു ക്രിസ്തുവാണ്. അത് ആ വഴി അവിടെ തുറന്ന് കിടക്കെ തന്നെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, ഗോഡ്ലിനെസ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദിസ് ലൈഫ് ആൻഡ് ദ ലൈഫ് ടു കം. ദൈവഭക്തി ഈ ലോകത്തിലെ ജീവിതത്തിനും വരുവാനുള്ളതിനും പ്രയോജനകരമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് മനസ്സിലാക്കണം. ഈ ലോകത്തിലെ ജീവിതത്തിനും ദൈവഭക്തി പ്രയോജനമുള്ളതാണ്. എന്നാൽ അതിൽ മാത്രം നാം കുടുങ്ങി നിൽക്കരുത്. ബൈബിൾ പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ നാം സകല മനുഷ്യരിലും അരിശന്മാരാണ്. കാരണം ഏറ്റവും വലിയ കാര്യം നിത്യതയാണ്. എന്നാൽ ഡേ ടു ഡേ ലൈഫിൽ നാം ഇവിടെ ജീവിക്കുമ്പോൾ ആമേൻ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദൈവം കരുതിയിട്ടുണ്ട്. കരുതുന്ന ദൈവമാണ്, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ വരവിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഒന്നാമത്തെ വരവിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു.
ആമേൻ. എത്ര പേരതെന്ന് ഏറ്റെടുക്കും? ആ സമാധാന പ്രഭു നമ്മുടെ ഭവനത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ സാഹചര്യങ്ങളിലുണ്ടോ? അതോ നാം വെറുതെ ഇത് കേൾക്കുന്നവരാണോ? മറിച്ച് നാം അത് കേൾക്കുന്ന വചനം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വചനം, നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നവരായി തീരണമെങ്കിൽ അത് നല്ല നിലത്ത് വീഴണം. ഒരു നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കണം. നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഫലം കൊടുക്കുവാൻ തുടങ്ങും. ആത്മാവിൻ്റെ ഫലം നമ്മളിലൂടെ പുറത്തു വരും. ആത്മാവിൻ്റെ വരം നമ്മളിലൂടെ പുറത്തു വരും. ദൈവവചനം നമ്മൾ വിശ്വസിക്കും, അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. ജയിക്കുന്നവന് ദൈവം ഹല്ലേലൂയ കിരീടങ്ങൾ കൊടുക്കും, നന്മകൾ കൊടുക്കും. യെസ്, ജയിക്കുവാനായി ജനിച്ചവരാണ് നമ്മൾ. കാരണം ഗലേഷ്യൻസ് 3 അതിൻ്റെ 13 മുതൽ, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്നു എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു മേടിച്ചു. 3:13 ഞാൻ വായിച്ചത്. പ്രൈസ് ഗോഡ്. Christ has redeemed us from the curse of the law by being made a curse for us, as it is written, cursed is everyone who hangs on a tree. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു നമ്മെ ന്യായപ്രമാണത്തിൻ്റെ പിടിയിൽ നിന്ന് വിലയ്ക്ക് മേടിക്കുവാൻ വേണ്ടി ശാപമായി തീരുന്നു, നമുക്ക് വേണ്ടി യാഗമായി തീരുന്നു. എനിക്കും നിങ്ങൾക്കും പകരം കർത്താവായ യേശു കർത്താവ് യാഗമായി തീർന്നു. അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അബ്രഹാമിൻ്റെ അനുഗ്രഹം, ശാപം പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. ക്രിസ്തുവിലേക്ക് ആയി കഴിയുമ്പോൾ എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളും നമ്മളെ വിട്ട് പോവുകയാണ്. പാപത്തിൻ്റെ പോരുകൾ. എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയാത്തത്? സിമ്പിളായിട്ടുള്ള ഉത്തരം, ഒരു ആസിഡ് ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ, അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കറിയാം, അത് ഒരു ആസിഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പാപമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റുന്നത്. എന്നാൽ ആ പാപത്തിൻ്റെ പരിഹാരമായി യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മളെ വിലയ്ക്ക് മേടിച്ചു. അപ്പോൾ നാം ഓർക്കണം, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. പഴയത് കഴിഞ്ഞു പോവുകയാണ്, പഴയ സ്വഭാവം മാറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടണം, നന്മകൾ അനുഭവിക്കണം, വിടുതൽ അനുഭവിക്കണം, രോഗത്തിന് സൗഖ്യം അനുഭവിക്കണം, ഫിനാൻഷ്യലായിട്ടുള്ള സ്കേഴ്സിറ്റികൾ മാറണം. നിങ്ങളെ അടിമപ്പെടുത്തുന്നത്, ഇല്ലായ്മയിൽ കൊണ്ടയിടുന്നത്, ശാപത്തിൽ കൊണ്ടയിടുന്നത്, അനുഗ്രഹത്തെ തടയുന്നത് പിശാചാണ്. അവൻ ഓപ്രസറാണ്. എന്നാൽ യേശു ഡെലിവററാണ്, വിടുവിക്കുന്നവനാണ്. രോഗം തരുന്നവനല്ല, രോഗത്തിന് വിടുതൽ തരുന്നവനാണ്. നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ. അപ്പോൾ രോഗം വരുന്നത് എവിടുന്ന? ഈ പിശാചാണ് ഇത് കൊണ്ടുവരുന്നത്, ഈ ലോകത്തിൻ്റെ പ്രഭുവെന്ന് ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ കഷ്ടതയിലായത് ഗുണമായി, അത് വചനം തന്നെയാണ്. പ്രൈസ്. അത് പറഞ്ഞുകൊണ്ട് എന്നും ഇരിക്കാനല്ല, ആ കഷ്ടതയ്ക്കകത്ത് കിടന്ന് നട്ടം തിരിയുവാനല്ല, മറിച്ച് ധൈര്യത്തോടുകൂടി യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് ഡിമാൻഡ് ചെയ്യാൻ തയ്യാറാണ്? അതത്ര ആത്മശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ ആ ടെമ്പിളിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു വ്യക്തി അവിടെ ഇരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ നോക്കിയപ്പോൾ പത്രോസും യോഹന്നാനും അവരോട് പറഞ്ഞതെന്താണ്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. ഇന്ന് നമുക്ക് ഒരു ചർച്ചിൽ ചെല്ലണമെങ്കിൽ, ഒരു പാസ്റ്റർ എടുത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് പൈസ വേണം. ആ രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോയി. എന്നാൽ അവർ പറയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ്? ഡിമാൻഡ് ചെയ്യാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ആ ശക്തി നമ്മൾ പ്രാപിക്കണം. ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങണം. അത് ആത്മാവിൻ്റെ ശക്തിയാണ്. അതില്ലാത്തവർ, ഹല്ലേലൂയ, അത് പ്രാപിക്കാത്തവർ സുവിശേഷം പറയുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ ജനം നിൽക്കുന്നത്. അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ അവരൊരുമിച്ച് കൂടിയിരുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചു സ്നാനപ്പെട്ടു എന്ന് പറയുന്നു, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു.
ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ ആത്മശക്തിയിൽ നിറഞ്ഞു, അവർ അന്യഭാഷയിൽ സംസാരിച്ചുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയിലാകുമ്പോൾ, അന്യഭാഷ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ നാം ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആത്മാവിൽ മർമ്മങ്ങളെയാണ് പറയുന്നത്. ഒരു പിശാചിനും അത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതെന്തിനാണ്? ബൈബിൾ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അപ്പോൾ പിശാചിൻ ദൈവോത്തരം പ്രത്യക്ഷനായി. ഇപ്പോൾ പിശാചിന്റെ പ്രവൃത്തി എന്താണ്? വിശ്വാസത്തിൽ നമ്മളെ മാറ്റിക്കളയുക. എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ ശാപത്തെ മാറ്റുവാൻ, എൻ്റെ ഭവനത്തെ വിടുവിക്കുവാൻ, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, നന്മ തരുവാൻ, വിടുതൽ തരുവാൻ, നിത്യജീവനിൽ എന്നെ കൊണ്ടുപോകുവാൻ കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ആമേൻ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഗലാത്യർ 3:14. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവാകുന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. അതത്രേ അതിൻ്റെ ഉത്തരം. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ദൈവിക വിടുതൽ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വരുമ്പോൾ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ദ അനോയിൻറ്റിങ് ഡിസ്ട്രോയ്, ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നു ഡിസ്ട്രോയ് യോക്സ്, അതിനെ നശിപ്പിച്ച് കളയുന്നു, അതിനെ ഇല്ലായ്മ ചെയ്യുന്നു. ആമേൻ. അപ്പോൾ അതിനെ, ഈ രോഗത്തെ, ഈ ശാപത്തെ, ഈ പിശാചിൻ്റെ പിടിയെ പൊട്ടിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസത്താലാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ബൈബിൾ പറയുന്നു. അല്ലെങ്കിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിടുതൽ കൺമുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇതുവരെ കേട്ട കാര്യങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക, വചനം വായിക്കുക. ആമേൻ. വേണ്ടെന്നേ, നമ്മൾ മനുഷ്യനെ ഫോളോ ചെയ്തു, പ്രാസംഗികന്മാരെ ഫോളോ ചെയ്തു. എന്നെ പോലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഫോളോ ക്രൈസ്റ്റ്. യേശുവിനെ ഫോളോ ചെയ്യുക, വചനം വായിക്കുക, ബൈബിൾ വായിക്കുക. സമയമെടുത്ത് വചനം വായിക്കുക. നിങ്ങൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങരുത്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാ, അത് ശക്തിയുള്ളതാ, അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. വിശ്വാസം വർദ്ധിക്കുവാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. വിശ്വാസം എങ്ങനെയാ വർദ്ധിക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ആരും പറഞ്ഞോട്ടെ, പ്രസംഗിച്ചോട്ടെ, ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. നമ്മൾ വചനം നോക്കണം. വചനം നമ്മളോട് പറയുകയാണ്, പ്രൈസ് ഗോഡ്, 3:14 നമ്മൾ ഇങ്ങനെ വായിക്കുവാൻ ഇടയായി തീർന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം, എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം. ഏതവസ്ഥയിലും അബ്രഹാമിനൊരു അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ജാതികളിലേക്ക് അത് വരികയാണ്. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ആ ഒരു വഴി, മോശയുടെ ന്യായപ്രമാണത്തിന് മുമ്പായിട്ട് അബ്രഹാമുമായി ദൈവവുമായിട്ടുള്ള ബന്ധം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഗ്ദത്ത വിഷയം, ആത്മാവെന്ന വാഗ്ദത്ത വിഷയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയാൽ ആ പരിശുദ്ധാത്മാവിനെ അയക്കും, നിങ്ങളെ സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് വഴി നടത്തും. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ വരുമ്പോൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ, അഡിക്ഷൻസുകൾ നമ്മുടെ നേരെ വരുമ്പോൾ, ദൈവാത്മാവ് നമ്മളോട് പറയും, മകനെ, അതല്ല വഴി, അതല്ല, നീ അതിലെ പോകരുത്, അതിലെ നീ സഞ്ചരിക്കരുത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ ജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശുവിനെ നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് പൗലോസും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. അപ്പോൾ ക്രിസ്തു നമ്മിൽ ഉരുവാകണം.
ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഒന്ന്, ക്രിസ്തു നമ്മൾ ഉരുവാകണം. രണ്ട്, ഒരു റെവലേഷൻ നോളജ് നമുക്ക് വേണം. കർത്താവിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരണം. വചനം വായിക്കണം. നിങ്ങൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ നിങ്ങൾ വായിക്കണം. അത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പൗലോസിൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളത് വായിക്കണം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എന്നോടിത് സംസാരിക്കണമേ. ആമേൻ. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ആദ്യത്തെ മിനിസ്ട്രി, നമ്മൾ ഒരുപാട് കുറവുള്ളവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്, വീണുപോയവരാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഫസ്റ്റ് മിനിസ്ട്രി നമ്മുടെ ഭവനത്തിൽ തുടങ്ങണം. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് തുടങ്ങണം. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അത് തുടങ്ങണം. പിന്നീട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങും, മാതാപിതാക്കളിലേക്ക് അത് ഇറങ്ങും, സമൂഹം അറിയും. അങ്ങനെ അത്രേ ഇതിൻ്റെ ആ പോക്ക്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കും, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതായ ക്രമീകരണങ്ങളെ ഞാൻ വരുത്തും. ഞാൻ അമ്പേ പരാജയപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ പ്രൈസ് ഗോഡ്, പിശാചേ എൻ്റെ കർത്താവിനെ വിടുവിച്ചു. ഒരു പുതിയ വഴി അവൻ തുറന്നു. എനിക്കതിലൂടെ സഞ്ചരിക്കണം. എനിക്കെൻ്റെ യേശുവിനെ അറിയണം. യേശുവാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ വേറെ ഒരു നാമവുമില്ല. അപ്പോൾ ഈ നാമം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ആത്മാവിലൂടെയാണ്. അപ്പോൾ അബ്രഹാമിലൂടെയുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു ആത്മീക ബന്ധമായിരുന്നു. ആത്മാവുമായിട്ടുള്ള ബന്ധം, അതേ ബന്ധം ജാതികളിലേക്ക് വരികയാണ്. ആത്മീയ ബന്ധം. പ്രൈസ് ഗോഡ്. ഒരു സ്പിരിറ്റ്, നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ്, അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നു, ദൈവ സാന്നിധ്യം അറിയുന്നു. നിങ്ങൾ പിന്നെ ഒരിക്കലും പറയത്തില്ല, ആ പാസ്റ്ററുടെ പ്രസംഗം, ഈ ബ്രദറിൻ്റെ പ്രസംഗം, പോൾ ബ്രദറിൻ്റെ പ്രസംഗം, നോ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കേൾക്കുക, അതൊക്കെ നല്ലതാണ്. എന്നാൽ യേശു എന്ന് പറയുന്നു, ആമേൻ, 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. മതി. സഭയെക്കുറിച്ച് ചുമ്മാ പുകഴ്ത്തുന്നവരുണ്ട്. എന്തു പറഞ്ഞാൽ അതാണ് പ്രശ്നം. ഫോർഗെറ്റ് അബൌട്ട് തിങ്. നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ കഴിയത്തില്ല. നമുക്ക് ആരോടും പിണക്കമില്ല. വി ഷുഡ് റെസ്പെക്ട് ദം. അതെല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ ഈ റെസ്പെക്റ്റും ഈ നല്ല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ വളരണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ ക്രമപ്പെടും. ആമേൻ. നമ്മുടെ ജീവിതം മാറും. നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണും യേശു കർത്താവ്. അതുകൊണ്ടാണ് അന്യദൈവങ്ങളുടെ നാമം നമ്മൾ പറയാതെ ജീവിക്കുന്നത്. അവരോടുള്ള പിണക്കം കൊണ്ടല്ല, മറിച്ച് നമുക്ക് ദൈവം നല്ലൊരു മാതൃക കാണിച്ചു തന്നു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചു പോകുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ അനിന്യരും പരമാർത്ഥികളുമായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയണമെന്ന് ബൈബിൾ പറയുന്നു. അത് എളുപ്പമായി തീരും. എങ്ങനെ? ആത്മശക്തി നമ്മളിൽ വരുമ്പോൾ. നമ്മുടെ ഒരു മലയാളി അല്ലെ ഒരു കൾച്ചർ, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വന്നുപോയ ട്രാൻസ്ലേഷൻ, ബൈബിൾ ട്രാൻസ്ലേഷനെ പോലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 11:22 മുതൽ വായിക്കുമ്പോൾ അത് ബൈബിളിലെ വളരെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ്. അതിൽ യേശു കർത്താവ് പറഞ്ഞു, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർക്കണം, ആ കാര്യത്തിൽ തന്നെ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും. എന്നാൽ ഒരിക്കലും അല്ല. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ആണ്. ആമേൻ. ഫോർ ട്രൂലി ഐ സേ ടു യു, whoever say to this mountain be removed and be thrown into the sea, and does not doubt in his heart, but believes that what he says will come to pass, he will have whatever he says. Therefore I say to you, whatever things you ask. അതിൻ്റെ 11:24 നമ്മൾ വായിക്കുകയാണ്. യു ആസ്ക്, നമ്മൾ ചോദിക്കുകയാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഫാദറും മകനുമായിട്ടുള്ള ഒരു ബന്ധം. മറിച്ച് യാചന എന്ന് പറയുമ്പോൾ ഒരു ബെഗർ മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ അങ്ങനെ പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ ആ ഒരു ബെഗർ മെൻറ്റാലിറ്റി നമ്മൾ മാറ്റിയിട്ട് ഒരു പുത്രത്വത്തിൻ്റെ അവകാശം എനിക്ക് ദൈവം തന്നിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ബൈബിൾ വായിച്ച് ക്രിസ്തുവിൽ ബലപ്പെടണം. നല്ല ദൈവവചനത്തിൽ കൊണ്ടങ്ങ് സെറ്റിൽ ചെയ്യണം. ആ വചനത്തിൽ നമ്മളങ്ങ് ഉറയ്ക്കണം. പിന്നെയും നമ്മൾ വായിക്കണം. യെസ്, ഞാൻ ചോദിച്ചാൽ അത് ദൈവം തരും. ബിക്കോസ് അബ്രഹാമിലുള്ള അനുഗ്രഹം
ആത്മീയമായി ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ജീവിത രീതി മാറും, ആ ബെഗർ മെന്റാലിറ്റി മാറും. ദൈവം നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. തല കുമ്പിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നാം ജയാളികളാണ്. ക്രിസ്തുവിൽ നാം ദൈവമക്കളാണ്. നാം അവകാശികളാണ്. വി ആർ ഓവർകമേഴ്സ്, വി ആർ നോട്ട് വിക്ടിംസ്, വി ആർ വിക്ടേഴ്സ്. അങ്ങനെ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സന്തോഷം വരും. അതാണ് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ സന്തോഷം അങ്ങോട്ട് ഒഴുകുമ്പോൾ പിശാചിന് പിന്നെ നിൽക്കുവാൻ കഴിയത്തില്ല. പിശാചിന് പല്ലുകടി തുടങ്ങും. ആമേൻ. പല്ലുകടി ചുരുങ്ങി പൊക്കോട്ടെ. അവൻ പിശാചിന്, നമ്മൾ സന്തോഷിക്കരുത്, നമ്മൾ സമാധാനത്തോടെ ജീവിക്കരുത്, നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കരുത്. ഇതൊക്കെയാണ് പിശാചിൻ്റെ പണി. എന്നാൽ ദൈവം വന്നതിനല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. എന്നെയും നിങ്ങളെയും ഒരു നല്ല ദൈവ പൈതലാക്കുവാൻ, നിത്യ ജീവനിൽ കൊണ്ടുപോകുവാൻ, അതോടൊപ്പം തന്നെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മളെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ ശപിക്കരുത് എന്ന് ബൈബിൾ പറയുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അവരുടെ കുറ്റം പറഞ്ഞ് ജീവിക്കുവാനോ അല്ല കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ഒരു നല്ല പ്രത്യാശ, ഒരു നല്ല സ്വഭാവം, ക്രിസ്തയേശുവിലെ ഭാവം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. സങ്കടത്തിലും സന്തോഷത്തിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും വിജയത്തിലും എല്ലാം നമ്മുടെ കൂടെ ഒരുവൻ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. അത് യേശുവാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ബൈബിൾ പറയുന്നു, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. 91 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ അകത്തൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. അത് വലിയ വിടുതലായി തീരും. അത് വലിയ ആശ്വാസമായി തീരും. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാ, അത് ചൈതന്യമുള്ളതാണ്. ആമേൻ. ആ ജീവൻ നിങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പ്രതികൂലമാണെങ്കിലും ഇന്ന് അതിന് പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അവനെ, യഹോവയെ നീ വിളിച്ചപേക്ഷിക്കുക, അവൻ നിന്നെ വിടുവിക്കും, അവൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തരമായ കാര്യങ്ങളെ അവൻ നിന്നെ അറിയിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു മഹത്വം, ഒരു ഗ്ലോറി നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ, എല്ലാ സാഹചര്യങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു അനോയിൻറ്റഡ് വൺ, അവൻ നമ്മുടെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ക്രിസ്തു വരുന്ന ഒരു അനോയിൻറ്റഡ് വൺ. അപ്പോൾ ഒരു അനോയിൻറ്റിങ്, ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ വരും. അത് നുകത്തെ തകർക്കും. ആ അഭിഷേകം നമുക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷം തരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്ന. പ്രിയപ്പെട്ടവരെ, യഹോവയെങ്കിലെ സന്തോഷം, വിടുതലും സന്തോഷവും അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ, നിത്യതയിൽ പോകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം. നിരാശ മാറിപ്പോകട്ടെ, ഫിയർ മാറിപ്പോകട്ടെ. ഭയപ്പെട്ടിട്ടല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ആമേൻ. അവൻ എൻ്റെ ദൈവമാ, എൻ്റെ പിതാവാണ്. ഞാൻ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഈവൻ ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഐ ആം ചോസൺ, ഐ ആം ആക്സെപ്റ്റഡ്. ആമേൻ. അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവ പൈതലാണ്. എനിക്ക് മുമ്പിൽ വരുന്ന ഏതു പ്രതികൂലത്തെയും ദൈവം മാറ്റിക്കളയും. വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.